morning. Good morning. Good morning. കുറച്ച് ദിവസമായില്ല നമ്മൾ കണ്ടിട്ട്. മോർണിംഗ്. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കിട്ടി തുടങ്ങിയോ? എല്ലാവർക്കും ഓക്കെ ഓക്കെ. ഇനി ആരെങ്കിലും കിട്ടാത്തവരുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ചിലവർക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഭൂരിഭാഗം കുട്ടികൾക്ക് കിട്ടിയല്ലേ? അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് സെലക്ഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? എന്തായിരുന്നു സെലക്ഷൻ എന്ന് പറഞ്ഞാല്? സെലക്ഷൻ എന്തായിരുന്നു? അയച്ചായിരുന്നോ? സെലക്ട് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആ ലിസ്റ്റ് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് നോക്കിയിട്ട് റൈറ്റ് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? സൗണ്ട് കുറച്ചാണ് പറയുന്നത്. ത്രോട്ടില് ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയാനായിട്ട് ചുമയും കണ്ടൂസയുടെ ചുമയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സൗണ്ട് എടുത്തു വരുമ്പോ ചുമ വരും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണെന്ന്. എന്താണ് സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയുന്നതിന്റെ കാരണം? എന്തായിരിക്കാം റീസൺ? എന്താണ് റീസൺ? ഓക്കെ. എന്താണ്? റിജക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ആളുകൾ റിജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയും അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിനെയാണ് നമ്മൾ ഈ സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് എന്ന് പറയുന്നതിന്റെ റീസൺ ആയിട്ട് പറയുന്നത്. നമ്മളൊരു ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡെഫിനേഷൻ 3-4 ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഓരോരുത്തരുടെ ഡെഫിനേഷൻ നിങ്ങൾ നോക്കാം. ആരൊക്കെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആര് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻസ് ആണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും കുറെ ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇപ്പൊ റിക്രൂട്ട്മെന്റ് പഠിക്കുമ്പോഴായാലും സെലക്ഷൻ പഠിക്കുമ്പോഴായാലും ടെസ്റ്റ് പഠിക്കുമ്പോഴായാലും ഇന്റർവ്യൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ പഠിക്കും. അപ്പൊ ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പൊ ആരുടെയാണ് ഈ ഡെഫിനേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഓരോ ഡെഫിനേഷൻസും. കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിരിക്കുന്നതാണെന്ന് കൂടി എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ചിട്ടൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ തൊട്ട് നമുക്ക് നോക്കാം. അത് തുടങ്ങിയാണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ. According to Terry Norinsky, selection is the process of making a higher or non-higher decision regarding each applicant for job. എന്താ പറയുന്നത്? നോറിൻസ്കിയുടെ അഭിപ്രായത്തില് സെലക്ഷനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് സെലക്ഷനെ പറ്റിയിട്ട്? ഒരു ജോലിക്കായിട്ട് ഒരു അപേക്ഷകനെയും സംബന്ധിച്ച സെലക്ഷൻ അല്ലെങ്കിൽ നോ ഹയർ അല്ലെ, ഹയർ ഓർ നോ ഹയർ എന്ന തീരുമാനം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. നമുക്കറിയാം എന്താണ് സെലക്ട് ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ജോലിക്കായിട്ട് ഓരോ അപേക്ഷകനെയും സംബന്ധിച്ച് അതല്ലെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നോ ഹയർ
തീരുമാനം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. According to Stephen P. Robbins and Mary Kotler, selection is the process of screening job applications to ensure that the most appropriate candidates are hired. എന്താണ് രണ്ടാമത്തെ എന്താണ് സ്റ്റീഫൻ പി റോബിൻസ് ആൻഡ് മേരി കോട്ട്ലറുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് സെലക്ഷനെ പറ്റി എന്താണ്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജോലി അപേക്ഷകൾ പരിശോധിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ജോലി അപേക്ഷകൾ അല്ലെ അവരുടെ ബയോഡാറ്റകൾ അല്ലെ അപ്ലിക്കേഷൻസുകൾ പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് സെലക്ഷൻ എന്ന് അവരുടെ അഭിപ്രായത്തിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. According to Dyer, selection is the process by which candidates for employment are divided into two classes: those who will be offered employment and those who will not. ഇനി ഡയലിനോടന്റെ അഭിപ്രായത്തിൽ എന്താണ് സെലക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോലിക്കുള്ള ഉദ്യോഗാർത്ഥികളെ രണ്ട് ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ രണ്ട് ക്ലാസ്സസ് എന്ന് പറയുന്നത്? ഒന്ന് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരും അല്ലാത്തവരും അല്ലെ. നമ്മൾ ജോലി ഓഫർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അതിനെയാണ് നമ്മള് സെലക്ഷൻ എന്ന് പറയുന്നത്. ജോലിക്കുള്ള ഉദ്യോഗാർത്ഥികളെ നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ജോലി ഓഫർ ചെയ്യുന്നവരാണ് അല്ലെ, എംപ്ലോയ്മെന്റ് ഓഫർ ചെയ്യുന്നവര്, തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നവരും അല്ലാത്തവരും. ഓക്കെ, അയച്ചോക്കെ സെലക്ഷന്റെ 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. വായിച്ചു നോക്കാം കേട്ടോ. ചെയ്യുന്നോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് സെലക്ഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് അല്ലേ. നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്താണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തൊക്കെ വേക്കൻസീസ് ഉണ്ടോ അവിടേക്ക് ഏറ്റവും ആ വേക്കൻസിയിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് അല്ലേ. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്.
Selection process aims at choosing the most appropriate candidate which who meets all the requirements of the position. The best candidate is chosen only after rejecting all the unfit candidates through a systematic process of the selection. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ അൺഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് റിജക്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ട് സൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരിഫൈസ് അപ്ലിക്കൻസ് capabilities. Selection process has too much job requirements with the applicant through the systematic process of selection. ഇല്ലേ നമ്മളിപ്പോ ഒരു ജോലിയിൽ ഒരു ഓർഗനൈസേഷൻ ഒരു വാക്കൻസി വരുമ്പോൾ നമുക്ക് വേണ്ട ആളുകളെ നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് ആരെങ്കിലും ബയോഡാറ്റകളോ അല്ലെങ്കിൽ ആഡുകളൊക്കെ നമ്മൾ കൊടുക്കും അല്ലെ. അങ്ങനെ ബയോഡാറ്റകളായിരിക്കും. അതിനകത്ത് നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തുന്നു അല്ലെ. ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് തോന്നിയ പോലെയാണോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക? ആണോ? തോന്നിയ പോലെ സെലക്ട് ചെയ്യോ? അങ്ങനെ സെലക്ട് ചെയ്താൽ എന്താണ് കമ്പനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല പല പ്രോസസ്സിലൂടെ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉള്ള അല്ലെ കമ്പനിക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിവുള്ളതായിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. ചിലപ്പോഴും ടെസ്റ്റ് നടത്താം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ സ്കൂളില് വേക്കൻസി വന്നിരുന്നു. അപ്പൊ അതെ വേക്കൻസി വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഒരു അവിടെ ഇന്റർവ്യൂവിന് അവർ വിളിച്ചപ്പോ ഒരു 118ഓളം പേരുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചെയ്തത് ടെസ്റ്റ് നടത്തി. പിന്നീട് അവര് ഇന്റർവ്യൂവില് ആളുകളെ സെലക്ട് ചെയ്തു. അതിനകത്ത് കൂടുതൽ മാർക്കുള്ള ആളുകളെ അതിനുശേഷം ഒരു 10-20-25ഓളം പേര് സെലക്ട് ചെയ്തു ഇന്റർവ്യൂവില്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പോ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഒരു റൗണ്ട് ആയിരിക്കില്ല പലയിടത്തൊക്കെ. എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു കസിൻ ആളെ ബാംഗ്ലൂർ കഴിഞ്ഞു. അപ്പോ അങ്ങനെ ബാംഗ്ലൂർ കഴിഞ്ഞ ടെസ്റ്റിൽ പാസ്സായി. അങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പോ അവിടെ ഇന്റർവ്യൂസ് പല റൗണ്ടുകളിലാണ് നടത്തിയെന്ന് പറഞ്ഞു. ഒരു 5 തരം ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ GD അറിയോ എന്താണ്? ടോപ്പിക് കൊടുക്കും. ആ ടോപ്പിക് കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കണം. ഗ്രൂപ്പുകളായിട്ട് ഇരുത്തിയിട്ട് നമ്മളൊരു ടോപ്പിക് തരുമത്. അപ്പൊ അതിനകത്ത് നമ്മള് ക്ലിയർ ആവുന്നില്ലേ? വോയിസ് ക്ലിയർ ആവാൻ അധികം സൗണ്ട് എടുക്കാത്തത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ ആണ്. അപ്പൊ മോഡ് സെലക്ഷനിക്ക് എന്തെങ്കിലും ചിലപ്പോ നെറ്റിന്റെ ഇതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നെറ്റുള്ളോട് ക്ലിയർ അല്ല. ചിലവര് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ടല്ലോ. നെറ്റ് സ്ലോ ആവുന്നുണ്ട് മാഡം. നെറ്റ് സ്ലോ ആണോ? നെറ്റ് സ്ലോ ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് പറയട്ടോ. ഒരു കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. ക്ലിയർ ആകുന്നില്ലെങ്കിൽ ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആൾക്ക് എന്റെ കസിന്റെ ഇതാണ്. അപ്പൊ കസിനുമായിട്ട് അവള് ബാംഗ്ലൂർ കഴിഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂവിൽ പോയപ്പോ ഡിസ്കഷൻ കൊടുത്തിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടോപ്പിക് കൊടുക്കും. നമ്മള് ഗ്രൂപ്പായിട്ടൊക്കെ ഇരുത്തും. അങ്ങനെ ഒരു ടോപ്പിക് കൊടുത്തിട്ട് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് 5-10 മിനിറ്റ് സംസാരിക്കാം. അതിനകത്ത് നമ്മള് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആൾക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഡിസ്ക്വാളിഫൈഡ് ആയി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പലർക്കും ഉണ്ടാവാം. നമ്മളിലായാലും പലർക്കും ഉണ്ടാവും. ഇന്റർവ്യൂവിന് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ പോയിട്ട് എന്തോരം പേരുണ്ടാവും അല്ലെ. പലർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ. സെലക്ടഡ് ആയിട്ടില്ലെങ്കിലോ ഈ ജോബ് നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് ആകുമ്പോ അല്ലെ നമുക്ക് സങ്കടമാവാം. അതുപോലെ തന്നെ പക്ഷെ നിങ്ങൾ താഴ്ന്നു പോകരുത്. അല്ലെങ്കിൽ എപ്പോഴും ഡൗൺ ആയി പോകരുത്. നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ജോബ് ഈ ജോബ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജോബ്. ഓക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ ആർക്കെങ്കിലും അങ്ങനെ?
ഇല്ല, ആർക്കുമില്ല. ഓക്കെ. അപ്പോ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, സെലക്ഷൻ പ്രോസസ്സിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് പല രീതിയിലുള്ള പ്രോസസ്സ് വഴിയാണ്. കാപ്പബിലിറ്റി ഉള്ള ആളുകളെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ പല രീതിയിലും ഇന്റർവ്യൂ നടത്തും, അല്ലെ? ഒന്നോ രണ്ടോ റൗണ്ട് അല്ല, പല തരത്തിലുള്ള. ഇപ്പോ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ ടീച്ചറായിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 5 റൗണ്ട് ഓഫ് ഇന്റർവ്യൂ കഴിയണം. ആദ്യം നമുക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളെ ക്ലാസ് എടുപ്പിക്കും, ഡെമോ ക്ലാസ് എടുപ്പിക്കും. അതിനുശേഷം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷം പ്രിൻസിപ്പൽ ആയിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ജോലി കിട്ടുന്നത്. അപ്പോ ഞാൻ ഈയിടെ കഴിഞ്ഞപ്പോ മിസ്സിനോട് സംസാരിച്ചപ്പോ ആണ് ആളെങ്ങനെ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടോപ്പിക് തരും, അവരൊരു ടോപ്പിക് തരും, അതിനെ കുറിച്ച് നമ്മൾ അവിടെ എഴുതിയിട്ട് പ്രസന്റ് ചെയ്യണം. അങ്ങനത്തെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. തേർഡ് വൺ ആണ് പ്ലേസ് right candidate at right job. Selection process helps to choose the right candidate for the right job so that he can contribute his best effort towards the achievement of organizational goals by giving a standard performance as desired. അപ്പോ നമ്മൾ പറയുന്നത് എന്താണ്, ഏറ്റവും സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് ഇതാണ് റൈറ്റ്, അല്ലെ? റൈറ്റ് ജോബിലേക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അപ്പോ എന്ത് വേണം, എന്തൊക്കെ നമ്മൾ നോക്കും അതിനകത്ത് ഒന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെ ക്വാളിറ്റി അദ്ദേഹത്തിന് വേണം, അല്ലെങ്കിൽ അതിലേക്കുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ നോക്കാറുണ്ട്? ഒന്നും നോക്കില്ലേ? എന്തൊക്കെയാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം? ക്വാളിഫിക്കേഷൻ നോക്കും, അല്ലേ? ബികോം അല്ലെങ്കിൽ എംകോം ക്വാളിഫൈഡ് ആയിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് നോക്കാറുണ്ട്. വെരി ഗുഡ്. ഏജ് നോക്കും, അല്ലെ? ഇപ്പോ ശരിയാണ്, ഏജ് നോക്കാറുണ്ട്. സ്കില്ല് നോക്കും, അല്ലെ? നോളജ് നോക്കും, ഇല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് ഒരു വേക്കൻസിയിലോട്ട് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ഇത്രയും എന്താണ് നമുക്കറിയാം, ബികോം പഠിച്ച അല്ലെങ്കിൽ എംകോം പഠിച്ച ആളുകളെ വേണം അക്കൗണ്ടന്റിൽ ആ പൊസിഷനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്തു എന്താണ്, ഏതെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ +2 പഠിച്ച ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. ആ വേക്കൻസിയിലോട്ട് അത്തരത്തിലുള്ള ജോലിക്കാരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ് പൊസിഷനിലേക്ക് പറ്റുമോ? നോക്കി, +2 പഠിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ച ആളുകളെ നമ്മൾ ആ പൊസിഷനിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല. അതാണ് അവിടെ പറയുന്നത്, റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് ക്വാളിറ്റി ഉള്ള ആളുകളെ, അല്ലെ? റൈറ്റ് പേഴ്സണെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു മാത്സ് ടീച്ചറുടെ ഒരു വേക്കൻസി ഉണ്ട്. ഓക്കെ, അതിലേക്ക് നമ്മൾ ഇംഗ്ലീഷ് ടീച്ചറെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഏറ്റവും ആപ്റ്റ് ആയിട്ട് ആ ഇംഗ്ലീഷ് മിസ്സിന് ആ മാത്സ് ക്ലാസ് കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോ അത് ട്രെയിനിങ് കിട്ടി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കൂടുതൽ എടുക്കാൻ പറ്റും. പക്ഷെ എന്നുണ്ടെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഫസ്റ്റ് ആ ക്ലാസ്സിലേക്ക് കയറുമ്പോ ഒരു പേടിയും ഭയവും, അതുപോലെ തന്നെ നമുക്ക് എന്താണ് മാത്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സിലബസ് അല്ലെങ്കിൽ ആ സബ്ജക്ട് ഒരു സ്മൂത്ത് റണ്ണിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെ? കുട്ടികൾക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ടീച്ചറുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. മനസ്സിലായോ? അതാണ് പറയുന്നത്, റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എന്താ, ജനറേറ്റ് information about candidate.
Selection also helps in extracting information regarding the candidate with a view to compare him with the epoching information regarding the candidate with a view to compare him with the other candidates in order to reach the correct decision. ഇനി നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ട് എക്സാക്ട് അല്ലെ കറക്റ്റ് ഇൻഫോർമേഷൻ അറിഞ്ഞിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഓരോ കാൻഡിഡേറ്റിനെ കുറിച്ചിട്ടും കറക്റ്റ് ഇൻഫോർമേഷൻ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ കാൻഡിഡേറ്റിന് എല്ലാം എന്താ പറയാ ക്രിമിനൽ ആയിട്ടുള്ള ഒരു കേസസുകളിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കും അല്ലെ. അപ്പോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കറക്റ്റ് എന്താണ് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല എബിലിറ്റി ഉള്ള നല്ല സ്വഭാവം പേഴ്സണാലിറ്റി കാര്യങ്ങളുള്ള എക്സാക്ട് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് ആ പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ എന്താ പറയുന്നത് സീബിൾ പോസ്റ്റ്, the comparison between right candidate, the job requirements very crucial in order to enhance the employee's work performance. Any mismatch in this respect can result in high loss to the organization. It can be in terms of money, time, and any other factors such as the cost of training, cost of operating, etc. അപ്പോൾ നമ്മൾ പറഞ്ഞു കറക്റ്റ് പൊസിഷനിലേക്ക് കറക്റ്റ് റൈറ്റ് കാൻഡിഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി അങ്ങനെയെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു മിസ്മാച്ച് സംഭവിക്കും അല്ലെ. ഓർഗനൈസേഷന് നല്ലൊരു സക്സസ് ഉണ്ടാക്കുന്നതിന് പകരം ഓർഗനൈസേഷൻ ലോബിലേക്ക് അല്ലെങ്കിൽ ലോസസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കറക്റ്റ് പൊസിഷനിലേക്കുള്ള കാൻഡിഡേറ്റിനെ അല്ല നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താണ് അവിടെ എന്താണ് ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അയാളെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറെ അധികം കോസ്റ്റ് വരുന്നുണ്ട് അല്ലെ. മണി മണി അതുപോലെ തന്നെ ടൈം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിനുള്ള കോസ്റ്റ് ഇതൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് വളരെ എന്താണ് ടൈം ആകുന്നുണ്ട്. അതുപോലെ തന്നെ മണി വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വേക്കൻസിയിലോട്ട് കറക്റ്റ് പേഴ്സണെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കണം, പല പ്രാക്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല പോസ്റ്റുകളാകുന്നുണ്ട്, പല ടൈം നമ്മുടെ പോകുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ് വേസ്റ്റിലോട്ട് പോകുന്നതാണ്. With the passage of time, employees may lose interest in the job and even resign as the result of a dissatisfaction. ഇനി നമുക്ക് യോജിച്ചതായിട്ടുള്ള പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ജോബില് നമ്മള് എന്താണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ അവർക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവോ? നമ്മുടെ ആരെങ്കിലും അച്ഛനോ അമ്മയോ നിർബന്ധിച്ച ഒരു ജോലിയില് നമ്മളിപ്പോ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കോഴ്സിന് നീ ഇത് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പഠിക്കാനായിട്ട് വേറെ കോഴ്സ് ആയിരിക്കും ഇഷ്ടം. ചില അച്ഛനമ്മമാര് പറയാറുണ്ട് നീ ഡോക്ടർ ആവാം, നമുക്ക് ചിലപ്പോൾ എഞ്ചിനീയർ ആവാൻ എനിക്ക് ഇഷ്ടം അല്ലെ. അങ്ങനെ ഡോക്ടറിനെ കൊണ്ടുപോയി ചേർത്തി, അങ്ങനെ ചേർത്തിട്ട് എന്ത് കാര്യമുണ്ട് ഇല്ലേ? പലരും ഫെയിൽ ആയി പോവാ, അല്ലെങ്കിൽ അത്രയും ഇയേഴ്സ് അവന്റെ അത് പാഴായി പോവുകയാണ് ചെയ്യുന്നത് ഇല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് അവന് ഇഷ്ടമില്ലാത്ത ഒരു ജോബിലാണ് അവൻ ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അവൻ എന്ത് വരുന്നുണ്ട്? സാറ്റിസ്ഫാക്ഷൻ കാണില്ല, ഡിസാറ്റിസ്ഫാക്ഷനിലോട്ട് നയിക്കും. പിന്നെ എന്താണ് പോകും തോറും അവൻ അത് റിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയീസ് will pass on some negative and misrepresented news pertaining to the organization, which may result in enormous losses in the long run. അപ്പൊ എന്താ പറയുന്നത്? ഇങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ എംപ്ലോയീസ് തന്നെ റിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ഈ കമ്പനിയുമായിട്ട് അല്ലെ എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റഡ് ആവും. അതുപോലെ തന്നെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് പല നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസസും അവനിൽ പലരോടും പറയാനായിട്ട് ഇടവരുന്നുണ്ട് അല്ലെ. ഓക്കെ, hence the continuous observation is a fit between the candidate abilities and the job requirements is necessary for an effective selection procedure.
അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണം? ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുകയും റൈറ്റ് പൊസിഷനിലേക്ക് റൈറ്റ് കാൻഡിഡേറ്റിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ എന്താണ്, അങ്ങനെ നമുക്ക് പോസ്റ്റ് അല്ലെ, നമുക്ക് നമ്മുടെ ടൈം പോകില്ല, പല രീതിയിലുള്ള പോസ്റ്റ് വരില്ല. ഇപ്പൊ എന്താണ്, റൈറ്റ് ജോബിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അവന് കൊടുക്കുന്ന വളരെ പോസ്റ്റ് ആകുന്നത്, അവനെ ഇന്റർവ്യൂ നടത്താനായിട്ടും അഡ്വർടൈസ്മെന്റ് കൊടുക്കാനായിട്ടും പല ട്രെയിനിങ്ങുകൾ പ്രാക്ടീസുകളൊക്കെ കൊടുക്കാനായിട്ടും പല ടൈമും പോകുന്നുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റും ആകുന്നുണ്ട്. അതൊക്കെ വേസ്റ്റിലേക്കാണ് വരുന്നത് അല്ലെ? ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സേവ് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഓക്കെ, ആ ഒബ്ജക്റ്റീവ്സ് 5 എണ്ണം വായിച്ചു നോക്കിയേ. മനസ്സിലായില്ലോ? ക്ലിയർ ആണോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ. ഓക്കെ, സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്തിരിക്കുന്നത് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കാം. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കുറെ നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സിൽ തന്നെ കുറെ പോയിന്റ് പഠിക്കാനുണ്ട്, എക്സ്റ്റേണലിലും കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിക്ക് ആവും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറെ പോർഷൻസ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാം, ഈ സെലക്ഷൻ എന്ന് പറയും, സെലക്ഷൻ എന്ന റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ HRM-ലെ ഏറ്റവും വലിയ ചാപ്റ്റർ. കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർക്ക് അറിയാൻ പറ്റും. ഒരു 10-66 പേജ് ഉണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്, മിസ്മാർക്ക് അറിയാം. എന്നാലും പഠിച്ചല്ലോ പോലും നമ്മള്. അതുകൊണ്ടാണ് ഞാൻ അതാണ് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, കോഡൊക്കെ കൊടുത്തിട്ട് പഠിക്കുക. അല്ലെങ്കിൽ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനായിട്ടും ഓർത്തെടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. ഓരോന്നും കൺഫ്യൂസ്ഡ് ആവും. അതെ, നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ. Internal and external environment factors affecting selection are as follows. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുമല്ലോ, ചൂടുവെള്ളം എടുത്ത് വെച്ചേക്കണേ. ഓക്കെ, ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കും കേട്ടോ. ഡിസ്റ്റർബൻസ് ആവുന്നില്ലല്ലോ? ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Internal environmental factors
Internal environmental factors which affect the selection process include. Okay, എന്താണ് internal factors ലെ points നോക്കാം. Internal എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന്റെ ഉള്ളിലാണോ അല്ലെങ്കിൽ പുറത്തുള്ള ഫാക്ടേഴ്സിനെയാണോ നമ്മൾ പറയാം? Within the organization ആണോ outside the organization ആണോ? Okay, inside the organization അല്ലേ? Okay. ഇനി എന്താണ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ? അതാണ് ഇന്റർണൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സെലക്ഷൻ പ്രോസസ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെ? സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നമ്മൾ എന്താണ് സെലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഓർഗനൈസേഷന്റെ സൈസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. Small organization use a more informal selection process comparison to the big organization which generally rely upon the formal and the systematic selection process. എന്താണ് ഈ ഓർഗനൈസേഷന്റെ സൈസ് വെച്ചിട്ട് ഇപ്പൊ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് കുറവ് ആളുകളെ സെലക്ട് ചെയ്താൽ മതി അല്ലെ? കുറവ് എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് കുറവ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്താൽ മതി അല്ലെ? ഓക്കെ, അധികം എന്താ പറയാ, അധികം തലവേദന ഇല്ലാത്തൊരു പരിപാടിയാണല്ലേ സ്മോൾ ഓർഗനൈസേഷനിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത്. കുറവ് ആളുകളെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അത്രയും സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിലോ ഇങ്ങനെയാണ്, which generally rely upon the formal and systematic selection process അല്ലെ? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് അവിടെ ഉണ്ടായിരിക്കും. ഇത്രയുള്ള അതിനകത്ത് പറയുന്നത്. ഇനി എന്താണ് ടൈപ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ? Organizations that have a complicated structure significantly require a refined working structure. Most organizations split their organizational structure into three basis types. അതിനകത്ത് ടൈപ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ മൂന്ന് ബേസിസ് ടൈപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ നോക്കിയേ, വൺ ടൈപ്പ് ഈസ് എ ലൈൻ സ്ട്രക്ചർ. ലൈൻ സ്ട്രക്ചർ ആണ് വൺ ടൈപ്പ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഡ്യൂട്ടീസ് ആർ സെറ്റ് ടു ബി പെർഫോംഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ലൈൻ സ്ട്രക്ചർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഒബേദിശയിലായിരിക്കും അല്ലെ? അപ്പോ എന്താണ് അതിന്റെ ടോപ്പ് ലെവൽ ഉണ്ട്, ലെവൽസ് ഓഫ് ലെവൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ ഉണ്ട് അല്ലെ? അപ്പോ എങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടീസ് പോകുന്നത്? എങ്ങനെയാണ് ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്? എങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. ടോപ്പ് ലെവൽ, ലോവർ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡ്യൂട്ടീസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഇൻ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. Duties are defined by the staff and the line. That is, with the staff department supporting the line managers. Line managers are support ചെയ്യുന്നുണ്ട് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ സ്റ്റാഫുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. A department organizational structure ആണ് മൂന്നാമതായിട്ട് പറയുന്നത്. Functions which the help of departments with the people specialized in human resource, marketing, engineering and finance. അപ്പോ എന്തൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് ഉണ്ട് അവിടെ, അതുപോലെ തന്നെ പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ? ഹ്യൂമൻ റിസോഴ്സസുകളുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചേർന്നിട്ടാണ് അവിടുത്തെ ഫങ്ഷൻസ് കാര്യങ്ങൾ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. അതാണ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. The selection process varies with type of organizational structure. ഇത്രയും കാര്യങ്ങളാണ്, മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് നോക്കാനുള്ളത്. എന്താണ്? ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ഇത് ടോപ്പ് ടു ബോട്ടം ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്. അത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാഫും ലൈൻ മാനേജേഴ്സും ചേർന്നിട്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അവിടെ എന്താണ് ഓരോ കാര്യങ്ങളും അല്ലെ? ഹ്യൂമൻ റിസോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ.
Okay. Selection process is influenced by social pressure as well as because the selection of a human resource. And then on the video for you. Okay. As well as because the selection of the human resources is greatly influenced by legislative, executive orders and court decisions, etc. As the organization has to function with the society under some social and legislative terms and conditions. എന്താണ് നമ്മൾ ഇപ്പോ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും അതിനകത്ത് എന്താണ് സോഷ്യൽ പ്രഷർ വരുന്നുണ്ട് ഇല്ലേ? ഇരുന്നല്ലോ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ട് അതുപോലെ തന്നെ പല കോർട്ട് ഡിസിഷൻസ് അവരുടെയൊക്കെ തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ എന്താണ് ഇന്റേണലിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള സെലക്ഷൻ പ്രോസസ്സിൽ അവരുടെ പ്രശ്നം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ നിയമങ്ങൾ അനുസരിച്ചും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് വേക്കൻസീസ് വരുമ്പോൾ. ക്ലിയർ ആയോ? അതാണ് അവിടെ പറയുന്നത് ഇല്ലേ? പി എസ് സിക്കൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പി എസ് സിക്കൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് കോർട്ട് ഓർഡർ അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യാറ് ഇല്ലേ? അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ ഇല്ലേ? അതുപോലെ തന്നെ പല എന്താണ് ഇപ്പൊ മന്ത്രിമാരെ കണ്ടിട്ടും അങ്ങനെയുള്ള പല എന്താ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അവര് പറഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മള് പി എസ് സിയിലൊക്കെ അല്ലെ എന്താണ് പിൻവാദ നിയമനം ഒക്കെ പറയാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? അതാണ് അവിടെ പറയുന്നത്. സോഷ്യൽ പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്റേണലി ആയാലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് നോക്കിക്കൊണ്ട് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? കാൻഡിഡേറ്റ് പൂള്. Selection process is affected by the list of candidates. എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിനകത്ത് നോക്കിയിട്ട് എംപ്ലോയീസിനെ അല്ലെ ക്വാളിറ്റി ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളെയാണ് അതിനകത്ത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. It can be effective process only if the applicant list is large and consists of a competent applicant for the specific job position. The number of applicants is selected. Selected for a specific position when the compared with the total applicant gives the selection ratio. ഇനി ഇവിടെ പറയുന്നത് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സെലക്ഷൻ റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ഇപ്പോ ഒരു എന്താണ് ഒരു 1000 എണ്ണം അപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്താണ് ഒരു 100 ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ് റേഷ്യോ വരുന്നത്? 1000:100 എന്ന റേഷ്യോയിലാണ് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഒരു സെലക്ഷൻ റേഷ്യോ ഉണ്ടാവും. ആ റേഷ്യോ അനുസരിച്ചിട്ടാണ് ആളുകളെ നമ്മള് ലിസ്റ്റ് നോക്കിയിട്ട് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. Selection process is affected by the time provided for making the selection decisions. Organizations can avoid legal problems by strictly following the selection policies and procedures. നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ്സിൽ കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം അല്ലെ? ആരെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഏതൊക്കെ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യണം, എങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ കപ്പാസിറ്റി ഉള്ള ആളുകളെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആളുകളെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളെ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡിസിഷൻ തീരുമാനം എടുക്കേണ്ടത് അത്യുത്തമമാണ് സെലക്ഷൻ പ്രോസസ്സിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും വഴിയാണ് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ ആളുകളെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ, പോയിന്റുകളൊന്ന് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. രണ്ടാമത് പറയുന്നതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ ആണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. External environmental factors with the influence selection process includes. മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. നോക്കാം. First one, nature of the labor market. Selection process is affected by the nature of the labor market as well. For example, the selection process will be short and simple if there are very few applicants having required knowledge and a set of skills and vice versa. ഇതാണ് ഇതിൽ പറയുന്നത്. നമ്മള് പുറത്ത് നിന്ന് അല്ലെ ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്യൂ അപ്ലിക്കൻസി ഉള്ളൂ എങ്കിൽ, കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ നമുക്ക് അവരിൽ നിന്ന് നമ്മുടെ വേക്കൻസിയിലോട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ യോജിച്ച സ്കില്ലുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇല്ലേ? കുറച്ച് ആളുകളുള്ളെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, കുറച്ചുള്ള ആളുകളുള്ളൂ, അപ്ലിക്കേഷൻ പറഞ്ഞത് കുറച്ചുള്ളൂ, 10 പേരുള്ളൂ. 10 പേരുള്ളൂ എങ്കിൽ അതിനകത്ത് തന്നെ ഇന്റർവ്യൂ നടത്തി ഏറ്റവും യോജിച്ച ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാ, കുറെ അധികം ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ബിഎഡിന് പോയപ്പോ 118 പേരുണ്ടായിരുന്നു അല്ലെ. അത് വളരെ കൺഫ്യൂഷൻ പിടിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള ഒന്നാണ് അല്ലെ. അത്രയും പേരെ നമ്മൾ നോക്കാം, റിട്ടൺ ടെസ്റ്റ് ചെയ്യിക്കാം, ഇന്റർവ്യൂ നടത്താം അല്ലെ. വളരെ തന്നെ ഹ്യൂജ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കും, ആരെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഒരു എന്താണ് എന്താ പറയാ ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്താ പറയാ വാക്ക് കിട്ടുന്നില്ലല്ലോ, പറഞ്ഞോ, എന്താ പറയാ അവർക്കൊരു എന്താണ് ഒരു തീരുമാനമെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ, കുറെ അധികം ആളുകളുണ്ടെങ്കിൽ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ലേബർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം ആളുകളുള്ള അല്ലെങ്കിൽ കുറച്ച് അപ്ലിക്കൻസ് ഉള്ളൂ എങ്കിൽ അതിനകത്ത് നിന്ന് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താ ട്രേഡ് യൂണിയൻസ്. Trade unions also affected the selection procedure of the organization. Okay, selection process അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ് ഈ ട്രേഡ് യൂണിയൻ എഫക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, trade unions sometimes recommended some of the applicants for the job and even demanded for their selection. ഇല്ലേ, പല ആളുകളും യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യും അല്ലെ, ഇന്ന ആളുകളെ സെലക്ട് ചെയ്യണം. ഇപ്പൊ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ ആണെങ്കിൽ, ഇപ്പോ മാനേജ്മെന്റ് സ്കൂളിൽ ഫോർ എക്സാമ്പിൾ പറയാം കേട്ടോ, മാനേജ്മെന്റ് സ്കൂളില് അവര് എന്താണ് വേക്കൻസി ഉണ്ട്, ടീച്ചർക്ക് വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ആഡ്സുകൾ ഇടും വാട്സപ്പ് ഗ്രൂപ്പില്. അതുപോലെ തന്നെ പല പല രീതിയിൽ പല വഴികളിൽ അവര് എല്ലാവരും അറിയിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഇന്റർവ്യൂവിന് ക്ഷണിച്ചു ആളുകളെ. എന്നിട്ട് എന്താണ് ഈ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ ആണെങ്കിൽ ഈ അവിടുത്തെ മാനേജർ ഉണ്ടാവില്ലേ, ആ മാനേജർ എന്ത് ചെയ്തു, അവരുടെ സ്വന്തക്കാരെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഇപ്പൊ വീട് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അതെ. പക്ഷെ എന്താണ് വന്നവരൊക്കെ ശരിക്കും മണ്ടന്മാരെന്ന നിലയിലാണ് അല്ലെ. അവരെന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ കണ്ടപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വേക്കൻസികൾ ഉണ്ടെന്ന് കണ്ടപ്പോ വന്നു. ശരിക്കും നടന്നിട്ടുള്ള കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പലർക്കും എന്താണ് പലരുടെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ പോസ്റ്റിലേക്ക് അവര് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് അവര് ചെയ്യുന്നത് അല്ലെ. മാനേജ്മെന്റ് കോട്ടയിലൊക്കെ ആണെങ്കിൽ ഇത്ര ലക്ഷം രൂപ അല്ലെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പോ എന്താ പ്ലസ് ടുവിലൊക്കെ ടീച്ചർ മാനേജ്മെന്റ് കോട്ടയില് 60 ലക്ഷം രൂപയാണ് ടീച്ചർ. 60 ലക്ഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. അപ്പൊ എന്നോട് പറഞ്ഞത് ഇപ്പോ 60 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്യും. പക്ഷെ എന്താ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല കൊടുക്കാനായിട്ട് അല്ലെ. അപ്പൊ അത്രയും എന്താണ് ഒരു ബിസിനസ് രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും. ജോലി കിട്ടാനായിട്ടായാലും അതുപോലെ തന്നെ പഠിപ്പിന്റെ കാര്യത്തിലായാലും ഹെൽത്ത് കെയർ മേഖലകളിലായാലും ഹോസ്പിറ്റലുകളിലായാലും ഒക്കെ ഒരു ബിസിനസ് രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ അതാണ് പറയുന്നത്, പലരുടെയും റെക്കമെൻഡേഷൻ വഴിയും പലർക്കും ജോലി ലഭിക്കുന്നുണ്ട്. അതാണ് ട്രേഡ് യൂണിയൻ. ഇനി എന്താ, ഗവൺമെന്റ് റെഗുലേഷൻസ്. ഓർഗനൈസേഷൻസ് നീഡ് ടു ഫോളോ ദ
Selection norms are defined under the regulations prescribed by the government. Thus, government rules and regulations such as registration also affected the execution of the selection procedure in an organization. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. PSCയിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ ഗവൺമെന്റിന്റേതായിട്ടുള്ള നിയമങ്ങൾ കോർട്ടിന്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് വേണം സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ഓർഗനൈസേഷനിൽ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് വേണം ഗവൺമെന്റിന്റെ റൂൾസ് റെഗുലേഷൻസ് ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ആളുകളെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഈ ഭിന്നശേഷിയുള്ള ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ, അപ്പൊ അവർക്ക് ആദ്യം ഇങ്ങനെയുള്ള വേക്കൻസി വരുമ്പോൾ അവർക്ക് ആദ്യം കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് എന്താണ് വേക്കൻസീസ് വരുമ്പോൾ ജോലി കൊടുക്കാനായിട്ട് എന്നൊക്കെയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുക. അപ്പൊ അവരാദ്യം കൺസിഡർ ചെയ്യണം. അതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് അല്ലെ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എക്സാമ്പിൾ ഒക്കെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ക്ലിയർ ആണോ? അച്ചൂക്കി പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ മോക്ക് ടെസ്റ്റ് തരുമ്പോ അതിനകത്ത് നോക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതോടെ നോക്കാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് പറയും. അടുത്ത ക്ലാസ് വരുമ്പോ ക്ലിയർ ആയി. നമുക്ക് ഇവിടെ വെച്ച് ഇത്ര വരെ നിർത്താം. ബാക്കിയുള്ളതിന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയാനായിട്ട് ടൈം ഉണ്ടാവില്ല. പറഞ്ഞു തരാനുണ്ട് ഔട്ട്കംസ്. അപ്പൊ ഇവിടെ വെച്ച് നിർത്താം. ഇത്ര വരെ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ഇങ്ങനെ എടുത്താൽ മതിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അറിയില്ല കേട്ടോ. ക്ലാസ് മിക്കവാറും ഉണ്ടാവില്ല. ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും കേട്ടോ. പണിമുടക്കാണ്. അപ്പൊ എന്തായാലും മിക്കവാറും ഉണ്ടാവില്ല. ഇൻഫർമേഷൻ വരും. അപ്പൊ ഇന്ന് ജസ്റ്റ് നമ്മൾ അടുത്തത് റിവൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞത് സെലക്ഷൻ എന്താണ്, സെലക്ഷന്റെ ഡെഫിനേഷൻ നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്, വെരിഫൈ അപ്ലിക്കന്റ് capability, places right candidate at right job, generate information about the candidate, save post. അങ്ങനെ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് ദി സെലക്ഷൻ ആണ്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞത് types of the organization, nature of social pressure, candidate pool, speed of decision making. ഇനി external factors നമ്മൾ ഡിസ്കസ് ചെയ്തത് nature of the labor market, trade union, government regulations. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിരിക്കുന്നത്. ഇത്രയും വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.